ഓസ്ട്രേലിയസ് ഇൻകോഗ്നിറ്റ, അൺനോൺ സദേൺ ലാൻഡ് എന്ന ഒരു ഭൂപ്രദേശത്തെക്കുറിച്ച് യൂറോപ്യൻകാർക്ക് പണ്ടേ ഒരു ധാരണയുണ്ടായിരുന്നു. അറിയാത്ത ഏതോ ദക്ഷിണ ഭൂഖണ്ഡം എന്ന പേരിൽ ഇവർ ഈ ഭൂഖണ്ഡത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. അത് അന്റാർട്ടിക്കയാണെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. പിന്നീട് വേറൊരു ഭൂഖണ്ഡം കണ്ടെത്തുന്നു. അതിനെ ന്യൂ ഹോളണ്ട് എന്നായിരുന്നു ആദ്യം യൂറോപ്യൻകാർ വിളിച്ചിരുന്നെങ്കിലും ഇവര് അറിയപ്പെടാത്ത ദക്ഷിണ ഭൂഖണ്ഡം ഇതായിരിക്കാം എന്ന ഉദ്ദേശത്തിൽ പുതിയ ഭൂഖണ്ഡത്തിന് ഓസ്ട്രേലിയ എന്ന പേര് നൽകുന്നു. ഓസ്റ്റർ എന്ന് പറയുന്നത് ലാറ്റിൻ പദമായിട്ടുള്ള സദേൺ, ദക്ഷിണം എന്നുള്ള പദത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഓസ്റ്ററിൽ നിന്നാണ് ഓസ്ട്രേലിയ എന്ന പദം വരുന്നത്. ചിലപ്പോൾ ഉസ്റ്റർ എന്നുള്ളത് ഈസ്റ്റേൺ, കിഴക്കുള്ളതായിട്ടും പറയുന്നു. ഓസ്ട്രിയ എന്നൊരു രാജ്യം യൂറോപ്പിലുണ്ട്. ഓസ്ട്രിയയുടെ പേര് വരുന്നത് സദേൺ ലാൻഡ് എന്നുള്ളതിൽ നിന്നല്ല, ഊസ്റ്ററിക്, ഈസ്റ്റേൺ ലാൻഡ് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ ദക്ഷിണവും കിഴക്കും സൂചിപ്പിക്കുന്ന ഒരു ലാറ്റിൻ ഗ്രീക്ക് പദമാണ് ഊസ്റ്റർ അല്ലെങ്കിൽ ഓസ്റ്റർ എന്ന് പറയുന്നത്. ഓസ്ട്രേലിയക്ക് എന്തായിരുന്നാലും ഈ പേര് കിട്ടുകയും പിന്നീട് അത് സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അടുത്ത കാലത്ത് നമ്മുടെ ഒരു ഭാരതീയ പശ്ചാത്തലത്തിൽ പലപ്പോഴും ഓസ്ട്രേലിയ എന്ന പദം വരുന്നത് അസ്ത്രാലയ എന്നുള്ള ഒരു മഹാഭാരതത്തിൽ പറയുന്ന അസ്ത്രങ്ങൾ ശേഖരിക്കുന്ന ഒരു ഇടമാണ് എന്ന വാദങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അതൊരു സങ്കല്പമായിട്ട് നമുക്ക് കരുതി അതിനെ നമുക്ക് മാറ്റിവെക്കാം. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയെക്കുറിച്ചാണ്. ഓസ്ട്രേലിയയുടെ പുരാതനമായിട്ടുള്ള മനുഷ്യവാസവുമായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ഓസ്ട്രേലിയയിൽ മനുഷ്യവാസത്തിൻ്റെ ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ നമുക്ക് കിട്ടുന്നത് പല ഗുഹാചിത്രങ്ങളിൽ നിന്നും ശിലായുഗത്തിലെ സ്റ്റോൺ ടൂൾസിൽ നിന്നുമൊക്കെയാണ്. ഇതിൻ്റെ ഡേറ്റിംഗ് 65,000 വർഷത്തോളം പഴക്കമുണ്ട് എന്ന് നമ്മൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് വരുന്ന പോപ്പുലേഷൻസ് ഏഷ്യയിലൂടെ കടന്ന് ഓസ്ട്രേലിയയിലെത്തുകയും അവിടെ വസിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ എത്തിയ ആ ഒരു സമയം എന്നുള്ളത് 65,000 വർഷം മുതൽ 45,000 വർഷത്തിനിടയ്ക്കുള്ള ഏതോ ഒരു സമയത്താണ് എന്ന് കരുതപ്പെടുന്നു. അതിൻ്റെ പല എവിഡൻസുകളും നമുക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെ ഓസ്ട്രേലിയ എത്തി എന്നുള്ളതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് നടക്കുന്ന സമയം ഒരു ഐസ് ഏജ് ആയിരുന്നു. അവസാനത്തെ ശീതയുഗം എന്ന് നമുക്ക് പറയാവുന്ന ഐസ് ഏജ്, പ്ലീസ്റ്റോസിൻ ഐസ് ഏജ് എന്നാണ് ഇതിനെ സാങ്കേതികമായിട്ട് പറയുന്നത്. ഈ ഐസ് ഏജിൽ സമുദ്രനിരപ്പ് വളരെ താഴ്ന്നതാണ്. കാരണം ഒരുപാട് ജലം ഐസായിട്ട് ഭൂമിയിൽ ലാൻഡിൽ ലോക്ക് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ 100 മീറ്ററോളം പലപ്പോഴും ചില സ്ഥലങ്ങളിൽ സീ ലെവൽ താഴ്ന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് സബ്മേർജ് ചെയ്തിരിക്കുന്ന പല ഇടങ്ങളും അന്ന് ഭൂമിയായിട്ട് നിലനിന്നിരുന്നു. അവിടെ ജനവാസവും ഉണ്ടായിരുന്നു. അങ്ങനെ ഏഷ്യയും ഓസ്ട്രേലിയയും തമ്മിൽ ലാൻഡ് ബ്രിഡ്ജസ് ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ മനുഷ്യർക്ക് നടന്ന് ഏഷ്യയിൽ, ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിലൂടെ ഓസ്ട്രേലിയയിലേക്ക് നടന്നെത്താം എന്നാണ് കരുതപ്പെടുന്നത്. ഈ അടുത്ത കാലത്ത് നടന്ന ചില ഗവേഷണങ്ങൾ ഓസ്ട്രേലിയയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ, ഉത്തര പടിഞ്ഞാറ് ഭാഗത്ത് വലിയൊരു പ്രദേശം സമുദ്രനിരപ്പിന് പുറത്തായിരുന്നു ഈ ഒരു യുഗത്തിൽ നിന്ന്. അവിടെ വലിയ ഒരു മനുഷ്യ സമൂഹം, ഒരു കണ്ടിന്യൂസ് സംസ്കാരം നിലനിന്നിരുന്നു എന്നും ഗവേഷണത്തിലൂടെ സൂചിപ്പിക്കുന്നു. ഈ പ്രദേശം ഓസ്ട്രേലിയയെയും ഇന്നത്തെ പപ്പുവ ന്യൂഗിനി, ഇന്തോനേഷ്യ തുടങ്ങിയ ഐലൻഡുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ഇതിനെ സാഹുൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പ്രദേശത്ത് ഒരുപാട് തടാകങ്ങൾ, ഫ്രഷ് വാട്ടർ ലേക്സ്, അതുപോലെ നദികൾ, താഴ്വരകൾ തുടങ്ങിയ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് ജനവാസത്തിന് മാത്രമല്ല ഒരുപാട് റിസോഴ്സസ് നൽകുന്ന സവിശേഷതകളായിരുന്നു എന്നുമാണ് ശാസ്ത്രജ്ഞർ ഇന്ന് അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ വലിയൊരു കാലഘട്ടത്തിൽ
അതായത് 65,000 വർഷം എന്ന് നമുക്ക് ധരിക്കാം. ആ ഒരു 65,000 വർഷം മുതൽ 45,000 വർഷം ആ ഒരു സമയത്തൊക്കെ വലിയൊരു ജനവാസം, ഒരു കണ്ടിന്യൂസ് കൾച്ചർ ഈ പ്രദേശത്ത് നിലനിന്നിരുന്നു. അതിൻ്റെ സ്റ്റോൺ ടൂൾസുകൾ, ആൻഡ് ഹാക്സസ്, ഗ്രൈൻഡിങ് ടൂൾസ് തുടങ്ങിയ ടൂൾസ് നമുക്ക് ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഈ പ്രദേശത്തും വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സംസ്കാരം, പോപ്പുലേഷനും നിലനിന്നിരുന്നു എന്ന് നമുക്ക് കരുതാം. ഈ പോപ്പുലേഷൻ പലപ്പോഴും 50,000 മുതൽ 5 ലക്ഷം വരെ വലുപ്പമുള്ള ഒരു ജനക്കൂട്ടമായിരുന്നു, ഒരു ജനസമൂഹമായിരുന്നു ഇന്ന് സമുദ്രത്തിനടിയിലായിപ്പോയ ഈ പ്രദേശത്ത് ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളത് ആയിട്ടാണ് ഈ പുതിയ ഗവേഷണം പറയുന്നത്. അപ്പോൾ ഈ ഒരു സമൂഹത്തിന് ഐസ് ഏജ് അവസാനിക്കുമ്പോൾ നമുക്കറിയാം, അതൊരു 14,000 വർഷങ്ങൾക്ക് മുമ്പ്, 12,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ലാസ്റ്റ് ഐസ് ഏജ്, പ്ലീസ്റ്റോസിൻ ഐസ് ഏജ് അവസാനിക്കുകയും പിന്നെ ഭൂമി ചൂടാകുകയും അന്ന് വരെ ഉണ്ടായിരുന്ന മഞ്ഞ് ഉരുകി സമുദ്രനിരപ്പ് ഉയരുകയും തുടങ്ങുന്നു. അപ്പൊ ഈ ഐസ് ഏജ് ഏതാണ്ട് 25 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി 12,000, 14,000 വർഷം വരെ നീണ്ടു നിന്നതാണ്. ഇതിനിടയ്ക്ക് ചില ഇടവേളകളുണ്ട്. ഭൂമി ചൂടാകുകയും ഐസ് കുറയുകയും ചെയ്യുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇന്റർഗ്ലേഷ്യൽസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ 14,000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ചൂടാകൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് ഇന്നും നിലനിൽക്കുന്ന ഇന്റർഗ്ലേഷ്യൽ ചൂട് കാലാവസ്ഥയുടെ ഒരു കാലഘട്ടം ആയിട്ട് നമുക്ക് കരുതാം. ഈ ഒരു കാലഘട്ടത്തിൽ ചൂടാകുമ്പോഴും സമുദ്രനിരപ്പ് ഉയരുമ്പോൾ നമുക്ക് ഈ പ്രദേശങ്ങളെല്ലാം കടലിന് ഉള്ളിലേക്ക് പോവുകയും അവിടെയുള്ള ജനവാസം ആ പ്രദേശങ്ങൾ വിട്ട് നോർത്തിലെ ഉത്തരഭാഗത്തിലേക്കും ദക്ഷിണ ഭാഗത്തിലേക്കും നീങ്ങുക എന്ന ഒരു പ്രതിഭാസമാണ് ഉണ്ടാകുന്നത്. ഉത്തരഭാഗത്തിലേക്ക് നീങ്ങിയത് ജനക്കൂട്ടങ്ങളെ നമുക്ക് ഇന്ന് പപ്പാന്യൂഗിനിയിലും ഇന്തോനേഷ്യയിലും ഫിലിപ്പീൻസിലുമൊക്കെ ഉള്ള ഗോത്രവർഗങ്ങളുടെ ആൻസെസ്റ്റേഴ്സ് ആയിട്ട് കരുതാം. ദക്ഷിണ ഭാഗത്തേക്ക് നീങ്ങിയവർ ഇന്ന് ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന അബോർജനീസ് എന്ന് പറയുന്ന അവിടുത്തെ ഫസ്റ്റ് നേഷൻസ് അല്ലെങ്കിൽ ആദ്യവാസികളെ ആയിട്ട് നമുക്ക് കരുതാം. ഈ ഓസ്ട്രേലിയൻ ന്യൂഗിനി ജനവാസികൾക്ക് വളരെ റിച്ച് ആയിട്ടൊരു കൾച്ചർ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളെ നമുക്ക് കിട്ടിയതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇവര് അതിശയകരമായിട്ട് ഭാരതീയമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുമായിട്ട് യോജിക്കുന്ന ചില തെളിവുകളെക്കുറിച്ചും ചില ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമുക്കറിയാം, യോഗ എന്നുള്ള ഒരു പ്രവൃത്തി മാർഗം അത് എന്നാണ് തുടങ്ങിയത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ചില സീലുകളിൽ ചില യോഗിക് പോസ്റ്റേഴ്സ് കാണുന്നതായിട്ട് ഗവേഷകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മൂലബന്ധന ആസന തുടങ്ങിയ ആസനങ്ങൾ, അതിനോട് ചേർന്ന ആസനങ്ങൾ ഇരിക്കുന്ന ആൾക്കാരുടെ വ്യക്തികളുടെ രൂപങ്ങൾ നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ പലപ്പോഴും പശുപതി സീൽസ്, പ്രോട്ടോശിവ സീൽസ് എന്നൊക്കെ നാമകരണം ചെയ്തിട്ടുണ്ട്. ഒരു വളരെ വ്യക്തമായിട്ടുള്ള യോഗാസനമാണ് അവിടെ കാണുന്നത്. ഈ സീലുകളുടെ കാലഗണന ഏതാണ്ട് 4,000 തൊട്ട് 4,500 വർഷം വരെ പഴക്കമുള്ളതായിരിക്കാം എന്നാണ് ഡേറ്റിങ്ങിലൂടെ നമ്മൾ അറിയുന്നത്. എന്നാൽ ഓസ്ട്രേലിയയിലെ ഈ എത്നിക് ജനവിഭാഗങ്ങൾ, ഗോത്ര വിഭാഗങ്ങളിൽ ഇത്തരത്തിൽ അവരുടെ ചില പോസ്റ്റേഴ്സ്, ചില യോഗാസനത്തെ അനുസ്മരിക്കുന്ന ചില പോസ്റ്റേഴ്സ് അവരുടെ റിച്വൽസിൽ യൂസ് ചെയ്യുന്നതായിട്ട് വളരെ പണ്ട് തന്നെ പല ഗവേഷകരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇന്ന് അവരത് അനുഷ്ഠിക്കുന്നുണ്ടോ എന്നറിയില്ല. കാരണം ഇന്ന് ആ സമൂഹങ്ങളെല്ലാം പുരോഗമിച്ച് മോഡേണൈസ് ചെയ്ത് അവരുടെ പഴയ അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ 1940-കളിൽ 50-കളിൽ നമുക്ക് കിട്ടുന്ന ഫോട്ടോഗ്രാഫുകളിൽ നിന്ന് അവരുടെ ചില റിച്വൽസിൽ യോഗിക് പോസ്റ്റേഴ്സിന് സമാനമായിട്ടുള്ള പോസ്റ്റേഴ്സ് അവർ സ്വീകരിക്കുന്നതായിട്ട് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ മറ്റ് പല അനുഷ്ഠാനങ്ങൾ, ചുവന്ന റെഡ് ഓക്കർ എന്ന് പറയുന്ന കുങ്കുമ പൊടി യൂസ് ചെയ്യുന്നത്, പലതരത്തിലുള്ള ബോഡി ഡെക്കറേഷൻസ്, ഇതെല്ലാം ഭാരതീയമായിട്ടുള്ള ചില ഇന്നും അനുഷ്ഠിക്കുന്ന ചില അനുഷ്ഠാനങ്ങളെ അനുസ്മരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൂടാതെ നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ തൊട്ട് ഗോത്രവർഗങ്ങളുടെ ഒരു സമാനമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ നമ്മൾ ഓസ്ട്രേലിയ വരെ കാണാൻ സാധിക്കും. ഇന്ന് നമുക്ക്
നമ്മുടെ വടക്ക് കിഴക്കൻ പ്രദേശത്ത് ഗോത്രീയമായിട്ടുള്ള ചില കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് നമ്മളിന്ന് ന്യൂസിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മണിപ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇത്തരം കോൺഫ്ലിക്റ്റുകൾ പലപ്പോഴും വർഷങ്ങളോളം കണ്ടിന്യൂ ചെയ്യുന്ന തലമുറകൾ ഇത്തരം കോൺഫ്ലിക്റ്റുകളിലൂടെ കടന്നുപോയി ആ കോൺഫ്ലിക്റ്റുകൾ നിലനിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മുടെ ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ മാത്രമല്ല, നമുക്കിത് ഇന്തോനേഷ്യയിലും ഫിലിപ്പീൻസിലും ഏറ്റവും കൂടുതൽ പപ്പാ ന്യൂഗിനിയിലും ഒക്കെ കാണാൻ സാധിക്കും. പപ്പാ ന്യൂഗിനിയെ കുറിച്ച് ചില പഠനങ്ങൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വിഘടിച്ചു നിൽക്കുന്ന സമൂഹമാണ് എന്നാണ്. അവിടുത്തെ ഗോത്രീയ കോൺഫ്ലിക്റ്റുകൾ, ഗോത്രീയമായിട്ടുള്ള വാർഫെയർ, യുദ്ധങ്ങൾ പലപ്പോഴും വർഷങ്ങളോളം നീണ്ടു നിൽക്കും. തല വെട്ടിമാറ്റി സൂക്ഷിക്കുക, അതിനെ ഒരു ട്രോഫി ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ള ചില രീതികൾ നമ്മൾ നാഗാലാൻഡിലെ ഹെഡ് ഹണ്ടിങ് എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇന്തോനേഷ്യയിലും പപ്പാ ന്യൂഗിനിയിലും എല്ലാം കാണാം. അപ്പോൾ നമുക്കൊരു ഹൈലി മിലിറ്ററൈസ്ഡ് ആയിട്ടുള്ള, മിലിറ്റൻ്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തെയാണ് നമുക്ക് ഈ സ്ഥലങ്ങളിലെല്ലാം കാണുന്നത്. അക്രമ ഉത്സുകത കൂടിയ നിൽക്കുന്ന സമൂഹങ്ങൾ. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ അവരുടെ ടൂൾസ്, കൃഷിയും ഹണ്ടിങ്ങിനും അപ്പുറം യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ടൂൾസും ഈ പ്രാചീന സമൂഹങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കാം എന്ന് നമുക്ക് കരുതേണ്ടി വരും. അപ്പം ഇത് 65,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള സമൂഹങ്ങളുടെ തെളിവുകൾ നമുക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പുള്ള ജനസമൂഹങ്ങളെക്കുറിച്ച് സൂചനകൾ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ടാൻജിബിൾ ആയിട്ടുള്ള എവിഡൻസ് ഒന്നും കിട്ടുന്നില്ല. ഇന്ന് ഓസ്ട്രേലിയയിലും പപ്പാ ന്യൂഗിനിയിലും ഒക്കെ ജീവിക്കുന്ന സമൂഹങ്ങളിൽ DNA പരിശോധിച്ച് കഴിഞ്ഞാൽ ആർക്കിക് ആയിട്ടുള്ള, അതായത് ഹോമോസേപ്പിയൻസിന് മുമ്പുള്ള ഹ്യൂമൻ സ്പീഷീസുകൾ, ഡെനിസോവൻസ് തുടങ്ങിയ ഹ്യൂമൻ സ്പീഷീസുകളുടെ DNA അവരുടെ DNAയിൽ വളരെയധികം ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. അപ്പോഴത് 65,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രതിഭാസമല്ല. ഒരുപക്ഷെ അതിനു മുമ്പും 60,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലും ഒരു ജനസമൂഹത്തിൻ്റെയും ഇത്തരം രീതികളുടെയും ഒരു തുടർച്ച നമുക്ക് ഉണ്ടാകാമെന്ന് അനുമാനിക്കാം. ടാൻജിബിൾ എവിഡൻസ് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അസ്ത്രാലയം എന്ന് പറയുന്നതിന് ഒരു സിംബോളിക് കണക്ടിവിറ്റി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഈ പഠനങ്ങളിൽ നിന്ന് നമുക്കിന്ന് എടുക്കാവുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, ഒരു ലെസൺ എന്ന് പറയുന്നത്, പ്രാചീനമായിട്ടുള്ള സമൂഹങ്ങൾ ഐസ് ഏജിലൂടെ കടന്നുപോയ സമയത്ത് കൂടുതൽ അധിവസിച്ചിരുന്നത് ഇന്ന് സമുദ്രത്തിൻ്റെ അടിയിലായി പോയ പ്രദേശങ്ങളിലാണ്. അത് പരിവേഷണം ചെയ്ത് ആർക്കിയോളജി ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അണ്ടർ സീ ആർക്കിയോളജി. ഒരുപാട് പണച്ചെലവും ബുദ്ധിമുട്ടുമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു പഠനം കൊണ്ട് നമുക്ക് നമ്മുടെ പൂർവികമായിട്ടുള്ള സംസ്കാരങ്ങളെക്കുറിച്ചും പൂർവികമായിട്ടുള്ള മനുഷ്യ ചരിത്രത്തെക്കുറിച്ചും പൂർവികമായിട്ടുള്ള മനുഷ്യൻ്റെ മൈഗ്രേഷനുകളെ കുറിച്ചുമൊക്കെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, ഒരു കുറച്ചുകൂടെ നന്നായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും എന്നാണ് കരുതേണ്ടത്. അത്തരത്തിലാണ് നമ്മൾ ഈ ഓസ്ട്രേലിയയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ സബ്മേർജ്ഡ് ആയിട്ട് ഇന്ന് നിൽക്കുന്ന ഒരു വലിയ പ്രദേശത്ത് നിലനിന്നിരുന്ന സമൂഹത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്ന് കരുതേണ്ടത് ഇത്തരം പഠനങ്ങൾ ലോകത്തിലെ മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെന്നും അത്തരം പഠനങ്ങളിലൂടെ നമുക്ക് പുതിയ മനുഷ്യരെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും എന്നും നമുക്ക് കരുതാം.